ക്ഷത്രിയ വാഴ്ചയുടെ കാലം രാജ്യം ഭരിക്കേണ്ടവർ തികഞ്ഞ അരാജകത്വവാദികളായിത്തീരുന്ന അവസ്ഥ. ധർമ്മ സംസ്ഥാപനാർത്ഥം ശ്രീ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 6ാം അവതാരമായി ജമദഗ്നി മഹർഷിയുടെയും പത്നി രേണുകയുടെയും മകനായി ക്ഷത്രിയ നിഗ്രഹാർത്ഥം ജന്മം കൊണ്ടു പരശുരാമൻ. പരശു എന്നാൽ മഴുവെന്നർത്ഥം. അഴിമതിക്കും അനീതിക്കും അഹങ്കാരത്തിനുമെതിരായി രാമന്റെ മഴു ക്ഷത്രിയ രാജാക്കന്മാരുടെ ശിരസ്സുകൾ ഛേദിച്ചുകൊണ്ട് രാജ്യമെങ്ങും രക്തപ്പൊഴിയൊഴുക്കി. അംഗക്കലി കൊണ്ട് ഉന്മാദം ബാധിച്ച പരശുരാമന് പിന്നീട് തന്റെ ചെയ്തികളിൽ വല്ലാത്ത മനസ്താപം തോന്നി. ഗോകർണത്ത് അതിഘോരമായ തപസ്സിൽ പഞ്ചഭൂതങ്ങൾ സ്തംഭിച്ചുപോയ നിമിഷങ്ങൾ, കൊടുത്തിരമാലോളർത്തി ഭീതി പരത്തുന്ന സമുദ്രദേവൻ വരുണൻ നിശ്ചേഷ്ടനായ നിമിഷം, സദാ ശീതളമൊഴുക്കിയിരുന്ന ഭൂമിദേവി ആ മഹാനുഭാവന്റെ കഠിന നിശ്ചയത്തിന് മുമ്പിൽ ഒരിറ്റു പ്രാണവായുവിന് വേണ്ടി കേഴുന്ന കാഴ്ച. സഹൃദയരെ, നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പിറവിയുടെ ഈറ്റുനോവിന്റെ കഥയിലൂടെ തുടങ്ങുന്നു. കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സാഭിമാനം അവതരിപ്പിക്കുന്നു കേരളീയം കേരളീയം കേരളീയം. അങ്ങയുടെ നിശ്ചിതദാനത്തിനു മുമ്പിൽ ഞങ്ങളുടെ പ്രണാമം ഭഗവാന്റെ ആഗ്രഹം പോലെ തന്നെ ഭവിക്കട്ടെ. പരശുരാമൻ മഴുവരിഞ്ഞ് വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ സമുദ്രം വഴിമാറി കര ഉയർന്നു വന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്, രാമന്റെ നാട്. 64 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് ഭരമേൽപ്പിച്ച് രാമൻ തന്റെ കടം വീട്ടി. ഇന്നും പച്ചപിടിച്ച് മങ്ങാതെ മായാതെ മലയാളികളുടെ സ്മൃതികളിൽ 164 കാലം രാമന്റെ കേരളം കലകളുറങ്ങുന്ന നാട് കേരളം.